മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷിപ്പണി ചീരച്ചേമ്പ് നടുകയാണ്. അപ്പം ചീരച്ചേമ്പ് നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത, നമ്മുടെ ശരീരത്തിന് സംരക്ഷണം തരുന്ന ഒരു ഇലക്കറിയാണ് ഈ ചീരച്ചേമ്പെന്ന് പറഞ്ഞാൽ. അടുക്കളത്തോട്ടം ഉള്ളവർക്കും അതല്ലെങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നുമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുമൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന, യാതൊരു ചിലവുമില്ലാത്ത, അതുപോലെ തന്നെ മറ്റ് കീടബാധകളൊന്നും ഉണ്ടാവാത്ത ഒന്നാണ് ഈ ചീരച്ചേമ്പ്. ഇതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഇതിൻ്റെ കറ ഇത് ചൊറിയുന്ന, എന്നാൽ ഇത് അങ്ങനെയില്ല. നോക്കിയാട്ടെ, ഇത് തേച്ച് പിടിപ്പിച്ചാൽ ചൊറിയത്തില്ല. മറ്റുള്ള ഏത് ചേമ്പും ചൊറിയും. പിന്നെ അതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ വിത്തുകൾ ഉണ്ടാവാറില്ല. മറ്റ് നമ്മൾ നട്ടു വളർത്തുന്ന ചേമ്പുകൾക്കെല്ലാം വിത്താണ് നമ്മൾ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഭക്ഷ്യവസ്തു എന്ന് വെച്ചാൽ ഈ തണ്ടും ഈ ഇലയുമാണ്. തോരൻ വെക്കാനും അതുപോലെ തന്നെ കറി വെക്കാനും ഒക്കെ, അവിയൽ വെക്കാനും ഒക്കെ വളരെ നല്ല ഒരു പച്ചക്കറിയാണ് ഈ ചീരച്ചേമ്പ്. അപ്പോൾ ഇത് നമ്മൾ വട്ടത്തിലിങ്ങനെ തടം വെട്ടി തടത്തിനകത്തുള്ള കല്ലും വേരും മണ്ണും ഒക്കെ നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അങ്ങ് നടുകയാണ്. നട്ട് കഴിഞ്ഞിട്ട് ഇതിന് പുതിയ ഒരില വരുന്നുണ്ടേ നമ്മളിതിന് വളം ചെയ്താൽ മതി. വളം ചെയ്ത് കുറച്ച് പച്ചിലകളൊക്കെ ഇതിന് ചുവട്ടിലിട്ട് മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ യാതൊരു രോഗങ്ങളുമില്ലാതെ ഇത് തഴച്ചു വളരും. തഴച്ചു വളരുന്നുണ്ടെങ്കിൽ അധികം മുറ്റാത്ത ഈ തണ്ടുകൾ വേണം നമ്മൾ കണ്ടിച്ചെടുക്കാൻ. ഇലകളും തണ്ടുകളും കണ്ടിച്ചെടുത്ത് നമുക്ക് തോരനൊക്കെ വയ്ക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. നമ്മൾ ചീര എങ്ങനെയാണോ തോരൻ വെക്കുന്നത് അതേപോലെ തന്നെ നമുക്കിത് തോരൻ വെച്ച് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഉദരരോഗങ്ങളെ ചെറുക്കാനുള്ള പ്രത്യേക കഴിവ് വരും ഇത് കഴിക്കുവാണെങ്കിൽ. അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല, നമ്മളിപ്പം മുട്ടക്കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പൂവൻ കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തണ്ടും ഇലയും ചെറു കഷ്ണങ്ങളാക്കി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാമെങ്കിൽ ഇഷ്ടംപോലെ അത് തിന്നും. അതുപോലെ മുട്ട ഉൽപ്പാദനം വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശേഷി കോഴികൾക്ക് കൈവരുകയും ചെയ്യും. അപ്പോൾ അതിന് കൊള്ളാവുന്ന ഒന്നാണ്, മനുഷ്യർക്ക് തന്നെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പൈസ കൊടുത്താൽ വിപണിയിൽ അല്ലെങ്കിൽ ചന്തകളിൽ ഇഷ്ടംപോലെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കിട്ടുമെന്നുള്ളത് സത്യമാണെങ്കിലും, നമുക്ക് നമ്മുടെ ഉള്ള പുരയിടങ്ങളിൽ ഇതേപോലെ നിസ്സാരമായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വളർത്തി അത് ഭക്ഷണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം നേട്ടങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലമാണ്. ഇപ്പോൾ ധാരാളം ഒരുപാട് ആളുകൾ കൃഷിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നല്ലൊരു ശതമാനവും കൃഷി ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ വിത്തുകളും തൈകളും ഒക്കെ വാങ്ങിച്ച് നമ്മുടെ വീഡിയോയിൽ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൃഷിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവർ ഫലങ്ങളൊക്കെ അനുഭവിക്കുന്നുവെന്ന് എനിക്ക് വിളിച്ച് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, രോഗങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കൃഷി ഭൂമികളെല്ലാം തരിശായിട്ട് കിടക്കുകയാണ്. കർഷകർ നേരിടുന്ന പലവിധ കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രകൃതി ദുരന്തങ്ങൾ, മറ്റൊന്ന് വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ, പിന്നെ മറ്റൊന്ന് ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ വളവും മറ്റ് ജോലിക്കൂലികളും എല്ലാം കൂടെ തട്ടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിറ്റാൽ കിട്ടുന്ന ആ വില നഷ്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങൾ മൂലം കർഷകർ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിൽക്കുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും കൂടുതലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു ചിലത് നമ്മുടെ ഇവിടെ ഉണ്ടാവാത്ത ചിലതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചെങ്കിലേ പറ്റൂ. അപ്പം ഇങ്ങനെയൊക്കെ ആയാൽ ഈ വിഷം കഴിക്കുന്ന ഒരു ശീലം നമുക്ക് ഇല്ലാതാക്കുകയും നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആശുപത്രിവാസം ഒഴിവാക്കാനും അതിനോടനുബന്ധിച്ചുള്ള കീറലും മുറിക്കലും സാമ്പത്തിക ചിലവുകളും ദുരിതങ്ങളും ശരീരത്തിൻ്റെ ക്ലേശങ്ങളും ഒക്കെ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ 2 മൂടാണ് നടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ 2 മൂടിൽ ഒരു മൂടാണെങ്കിലും നടാം. ഞാനിപ്പോൾ ഉള്ളത് കൊണ്ടാണ് 2 മൂട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മൂട് നോക്കിയാട്ടെ, ഞാൻ ഈ വട്ടത്തിൽ തടം വെട്ടി മണ്ണൊക്കെ ഉണ്ട്, മണ്ണൊക്കെ ഇളക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് കല്ലൊക്കെ ഉണ്ട്, ആ കല്ലൊക്കെ അങ്ങ് നീക്കം ചെയ്യണം. നീക്കം ചെയ്തതിന് ശേഷം ഇതിങ്ങനെ നടുവാണ്. നട്ടതിന് ശേഷം ചുവടെന്ന് ഉറപ്പിച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ഒരു 1-1.5 ആഴ്ച കഴിയുമ്പോൾ വേരൊക്കെ ഉറച്ച് പുതിയ തളിര് വരും. പുതിയ തളിരല വരുന്നുണ്ടെങ്കിൽ നമുക്കിതിന് വളം ചെയ്യാം. നമുക്ക് വളം ചെയ്യുന്ന കാലിവളങ്ങൾ, അതുപോലെ തന്നെ ചാരം, പച്ചില വളങ്ങൾ,
അങ്ങനെയൊക്കെ നമുക്കിതിന് ഇടാൻ സാധിക്കും. അങ്ങനെ ഇട്ടാൽ ധാരാളമായ പുതിയ ഇലകളൊക്കെ വരികയും ആ ഇലകൾ നമുക്ക് കണ്ടിച്ചെടുത്ത് തോരനൊക്കെ വെച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കൃഷി രീതികൾ, കൃഷിക്കാഴ്ചകൾ, കൃഷിയെ സംബന്ധിച്ച അറിവുകൾ ഒക്കെ ശേഖരിച്ച് നമ്മുടെ സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഭൂമികൾ മരുഭൂമിയായി മാറാതെ, അല്ലെങ്കിൽ കാട് കയറി വന്യമൃഗങ്ങളുടെ ജീവിത താവളമായി മാറാതെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ ഒരു പ്രേരണ നമുക്ക് ചെലുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷി അറിവുകൾ, കൃഷിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിക്കണമെന്നും, ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഈ ചേമ്പ് നമുക്ക് അറിയാം, ഇതിന് കിഴങ്ങൊന്നും ഉണ്ടാവത്തില്ല, ചേമ്പിൻ്റെ വിത്ത് ഉണ്ടാവത്തില്ലെന്ന് നമുക്കറിയാം. എന്നാൽ വന്യമൃഗങ്ങളായ പന്നി പോലെയുള്ള മൃഗങ്ങൾക്ക് അത് അറിയത്തില്ല. അവ എന്തു ചെയ്യും? അവ വന്ന് ഇത് മാന്തി എടുത്ത് കളയും. കാരണം ഇപ്പോൾ പല പ്രദേശങ്ങളും തരിശായി കിടക്കുന്നുണ്ട്, കാട് കയറി കിടക്കുകയാണ്. വന്യമൃഗങ്ങൾ, പന്നി ഉൾപ്പെടെയുള്ളത് കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിൽ താവളം അടിച്ചിരിക്കുകയാണ്, പെറ്റുവരികയാണ്. ഓരോ ദിവസം കഴിയും തോറും പന്നികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരെല്ലാം കൃഷിയിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാനൊരു പരിഹാരമായിട്ട് കാണുന്നത്, ഇത് നമുക്കറിയാം, ഇത് തെറ്റിക്കൊടിവേലി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. ഈ ഔഷധ സസ്യം ഞാനിപ്പോൾ ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ നടന്നുകൊണ്ടേ 10-15 മൂടിൻ്റെ കൂടെ ഒരെണ്ണം നടും. അപ്പോൾ എന്തു ചെയ്യും? ഇത് പന്നികൾ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ കിഴങ്ങ്, നടിയിൽ വസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പാണ്. ഇത് കിളിച്ച് ഇതിന് കിഴങ്ങുണ്ടാവും. അപ്പോൾ ഈ കിഴങ്ങ് എന്ന് പറയുന്നത് ഇത് വേരാണ്. നോക്കിയാട്ടോ, ഇത് വേരാണ്. ഇതാണ് കിഴങ്ങ് നമ്മൾ പറയുന്നത്. ഈ വേര് വന്ന് ഈ പന്നി കടിക്കുന്നുണ്ടേ ഈ പന്നിയുടെ വായ പഴുത്തു പോവും. അങ്ങനെ ചിലപ്പം അത് ചാവാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഉള്ളിടത്ത് പന്നി വരത്തില്ല. ഞാനിന്ന് പരീക്ഷണാർത്ഥം നോക്കിയപ്പോൾ അത് വിജയമാണ്. എൻ്റെ ചേനയും കപ്പയും ഒക്കെ പോയായിരുന്നു. ഇപ്പം ഞാൻ ഇതുകൂടെ നടുന്നുണ്ട്. അതുകൊണ്ട് പന്നി വരുന്നില്ല. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിനോടൊപ്പം ഒന്ന് വെച്ച് കൊടുപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചേമ്പെന്ന് പറയുന്നത് നമുക്കറിയാം ദീർഘകാല വിളയാണ്, കുറേ കാലം നിൽക്കുന്നതാണ്. ഈ തെറ്റിക്കൊടിവേലി ഇതുപോലെ വളർന്ന് വലുതാവുന്നുണ്ടേ ഇതിൻ്റെ കിഴങ്ങ് അതിന് വില കിട്ടുന്നതാണ്. ഇതൊരു മരുന്നാണ്. നമുക്കിത് കിളച്ചെടുത്ത് ആയുർവേദ അങ്ങാടിക്കടകളിൽ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ കൂടെ നമുക്കൊരു വരുമാന മാർഗ്ഗമാവും. അപ്പം ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് ശീലമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.